നമ്മൾ രണ്ട് തിയറീസാണ് ഇമോഷൻസിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ജെയിംസ് ലെഞ്ച് തിയറി, അതുപോലെ തന്നെ കാനൻബാർഡ് തിയറി എന്ന് പറയുന്ന രണ്ട് തിയറീസാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സംസാരിച്ചത്. ഇന്ന് അടുത്ത തിയറിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഷേറ്റർ ആൻഡ് സിംഗർ തിയറി ഓഫ് ഇമോഷൻ. ഷേറ്റർ സിംഗർ തിയറി എന്നൊക്കെ പറയും. ഇതിൽ രണ്ട് തരത്തിലാണ് നമ്മൾ വീണ്ടും അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിനെ രണ്ട് തരത്തിൽ അറിയപ്പെടും എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ജൂക്ക് ബോക്സ് തിയറി എന്നും അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി എന്നും അറിയപ്പെടും. രണ്ട് തരത്തിലാണ് ഇതിൽ പറയുക. ഈ ജൂക്ക് ബോക്സ് തിയറി എന്ന് പറഞ്ഞത് മെൻഡ്ലർ എന്ന് പറയുന്ന ഒരു മെൻഡ്ലർ, MENDLER, മെൻഡ്ലർ 1962 പറഞ്ഞിട്ടുള്ളൊരു പേരാണ് ഈ തിയറിക്ക്. അതുപോലെ തന്നെ ഈ ജൂക്ക് ബോക്സ് തിയറി എന്ന് പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു എക്സ്പെരിമെൻ്റൽ പേഴ്സ്പെക്റ്റീവിൽ ജൂക്ക് ബോക്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ഷേറ്റർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റും സിംഗർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റും കൂടി ചെയ്ത ഒരു എക്സ്പെരിമെൻ്റാണ്. ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ട നമുക്ക് ആവശ്യം ഇവിടെ വരുന്നില്ല. ടു ഫാക്ടർ തിയറി ഓഫ് ഇമോഷൻ കൂടുതൽ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ടു ഫാക്ടർ തിയറി ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷൻ പ്രൊഡ്യൂസിങ് സ്റ്റിമുലി ഹാസ് ടു എഫക്ട്സ്. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് ഇതിന് ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഇതിനെ രണ്ട് തരത്തിലാണ് നമ്മൾ ഈ ഇമോഷൻ പ്രൊഡ്യൂസിങ് സ്റ്റിമുലി ഹാസ് ടു ഇഫക്ട്സ് എന്നുള്ളതാണ് തിയറി. ഈ സ്ലൈഡിൽ പറയുന്നത് പോലെ തന്നെ ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് ദ ഫിസിയോളജിക്കൽ അറൗസൽ ഒക്കേഴ്സ് ഫസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഫിസിയോളജിക്കൽ അറൗസലാണ് ആദ്യം വരുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിലി ചേഞ്ചസ് ആണ് ആദ്യം വരുന്നത് ഇമോഷൻസിന് മുമ്പ്. ആൻഡ് ദെൻ ദ ഇൻഡിവിജ്വൽ മസ്റ്റ് ഐഡൻറ്റിഫൈ ദ റീസൺ, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആൻഡ് ഫോർ ദിസ് അറൗസൽ ടു എക്സ്പീരിയൻസ് ആൻഡ് ലേബൽ ഇറ്റ് ആസ് എൻ ഇമോഷൻ. അതിനുശേഷമാണ് അതിനെ ലേബലാക്കുന്നത്. അപ്പോൾ എ സ്റ്റിമുലസ് ലീഡ്സ് ടു ഫിസിയോളജിക്കൽ റെസ്പോൺസ് that is then cognitively interpreted by the individual and label which result in an emotion. ലേബൽഡ് ആവാണ്, ഇന്നതാണ് ഇമോഷൻ എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. അപ്പോൾ ഈ ഒരു ഇമോഷൻ പ്രൊഡ്യൂസിങ് സ്റ്റിമുലി എന്ന് പറയുന്നത് രണ്ട് ഇഫക്റ്റ് ഉണ്ട്. ഒന്ന് കൊഗ്നിറ്റീവ് അവയർനെസ് ഓഫ് ദ മീനിങ് ഓഫ് ദ ഈ സ്റ്റിമുലി, അതുപോലെ തന്നെ എ വെറൈറ്റി ഓഫ് ഫിസിയോളജിക്കൽ റെസ്പോൺസസ്. അപ്പോൾ in order for the emotion to be deeply felt, the physiological response must occur first and must perceived by the individual, and but these responses are rather vague and generalized and can be attributed to the virtually any emotion. The emotion they are attributed to its emotion that is appropriate to the person's cognitive awareness of the situation. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു, സ്റ്റിമുലസിന് തുടർച്ചയെന്നോണം ഒരു പെർസെപ്ച്വൽ ഇൻ്റർപ്രിട്ടേഷൻ അവിടെ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് സംഭവിക്കണത് എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ നടത്തുന്നു. ആൻഡ് ദെൻ അതിൽ നിന്ന് സ്റ്റിമുലസ് അതിൻ്റെ രണ്ട് ഫാക്ടറാണ്. ഈ പെർസെപ്ച്വൽ ഇൻ്റർപ്രിട്ടേഷന് കാരണമാകുന്ന രണ്ട് ഫാക്ടറാണ്, ഒന്ന് സ്റ്റിമുലസും ഒന്ന് കോണ്ടെക്സ്റ്റും. ദാറ്റ് മീൻസ് ജനറൽ ഓട്ടോണോമിക് അറൗസൽ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നം, അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. കോണ്ടെക്സ്റ്റ് അതായത് പർട്ടിക്കുലർ ഇമോഷണൽ എക്സ്പീരിയൻസ്, ആ സാഹചര്യം എന്താണെന്നുള്ളതും അതിനനുസരിച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഷേറ്റർ സിംഗർ തിയറി പറയുന്നത് ജെയിംസ് ലാഞ്ച് തിയറി അല്ലെങ്കിൽ കാനൻബാർഡ് തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ അതും ഷേറ്റർ സിംഗർ പറഞ്ഞ ദേ പ്രൊപ്പോസസ് ദാറ്റ് പീപ്പിൾ ടു ഇൻഫർ ഇമോഷൻ ബേസ്ഡ് ഓൺ ഫിസിയോളജിക്കൽ റെസ്പോൺസസ്. ആദ്യം ഫിസിയോളജിക്കൽ റെസ്പോൺസ് വരുന്നു, അതിനുശേഷമാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതിന് വരുന്നത്. ക്രിട്ടിക്കൽ ഫാക്ടർ ഈസ് എ സിറ്റുവേഷൻ ആൻഡ് ആ സിറ്റുവേഷൻ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളതാണ്. അതായത് ആ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ് ഇമോഷൻസ് വരുന്നത്. ആൻഡ് കൊഗ്നിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ, അതായത് നമ്മൾ ചിന്താരീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ് ചിന്തയിലൂടെ. ആൻഡ് ദാറ്റ് പീപ്പിൾ യൂസ് ടു ലേബൽ ദാറ്റ് ഇമോഷൻ. രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് സിറ്റുവേഷനും കൊഗ്നിറ്റീവ് ഇൻ്റർപ്രിട്ടേഷനും.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ 2 factor തിയറി എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. And like the Cannon-Bard theory, the Shatter-Singer theory also suggests that similar physiological responses can produce varying emotion. Physiological response തന്നെയാണ് ഈ വേരിയസ് ഇമോഷൻസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു എക്സ്പീരിയൻസ് എ റേസിംഗ് ഹാർട്ട് ആൻഡ് സ്വെറ്റിംഗ് പാംസ് ഡ്യൂറിങ് എൻ ഇമ്പോർട്ടൻറ്റ് മാത്സ് എക്സാം, you will probably identify the emotion as anxiety. And if you experience the same physical responses on a date with your significant other, you might interpret those responses as love, affection or arousal. രണ്ടും രണ്ട് സിറ്റുവേഷൻ ആണ്. ആ കോണ്ടെക്സ്റ്റിന് അവിടെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഷാറ്റർ സിംഗർ തിയറി പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷാറ്റർ സിംഗർ തിയറി നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ പറയാം, ഇതിനെ 2 factor തിയറി എന്നും കൂടി അറിയപ്പെടും. അതുപോലെ തന്നെ the physiological arousal occurs first and then the individual must identify the reason for this arousal to experience and label it as an emotion. A stimulus leads to physiological response that is then cognitively interpreted and labeled, which result in emotion. And Shatter-Singer theory is also called എന്താണ് jukebox theory എന്ന് വേണമെങ്കിൽ പറയാം. jukebox theory അല്ലെങ്കിൽ 2 factor theory എന്ന് വേണമെങ്കിൽ പറയാം. And Shatter-Singer theory draws on the both James Lange theory and Cannon-Bard theory of emotion. The Shatter-Singer theory proposes that people do infer emotions based on physiological responses. The critical factor is the situation and the cognitive interpretation that people use to label that emotion. And like the Cannon-Bard theory, the Shatter-Singer theory also suggests that similar physiological responses can produce varying emotion. For example അടക്കമാണ് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. If you experience a racing heart and sweating palms during an important maths exam. മാത്സ് എക്സാമിൽ വരുന്ന ആൻസൈറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ട് ഡേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആൻസൈറ്റി അല്ലെങ്കിൽ അഫെക്ഷൻ, ലവ്, ആ കോണ്ടെക്സ്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ആ ഇമോഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഷാറ്റർ സിംഗർ തിയറി പറഞ്ഞു വയ്ക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.